ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ ഇല്ലേ? എൻ്റെ സഹോദരങ്ങളും എൻ്റെ കുഞ്ഞനുജന്മാരും എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു, നമ്മൾ ഹാപ്പിയായി. പുതിയ വീഡിയോയും ഞാൻ വന്നിട്ടുണ്ട്. നമ്മളെ ചാളയും ചൂരയും നത്തോലിയായിട്ടൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഗുഡ് മോർണിംഗ്. വീഡിയോ നമുക്ക് പുളിശ്ശേരി വെച്ച് തുടങ്ങാം. പുളിശ്ശേരിക്ക് വേണ്ടി വെള്ളരിക്ക, ചേമ്പൻ കിഴങ്ങ്, മുരിങ്ങയ്ക്ക, പച്ചമുളക്, വലിയ തൊണ്ടൻ പച്ചമുളക്, തക്കാളി ഇതെല്ലാം റെഡിയാക്കി വെച്ചു. ആദ്യം ചേമ്പൻ കിഴങ്ങും വെള്ളരിക്കയും നല്ലവണ്ണം വേവിച്ചു. അതിലോട്ട് മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളകും തട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് ചൂര മീനിന് ഞാൻ സാധാരണ ഇടുന്നത് പോലെ മുരിങ്ങയ്ക്ക, പച്ചമുളക്, പുളിശ്ശിക്ക ഇതെല്ലാം ഇട്ടു. അത് കഴിഞ്ഞൊരു പാവയ്ക്ക അങ്ങോട്ട് കിച്ചടി വെച്ചു. അങ്ങനെ പാവയ്ക്ക കിച്ചടിക്ക് വേണ്ടി പാവയ്ക്കയെല്ലാം നല്ലവണ്ണം വറുത്ത് തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ജീരകവും ഒക്കെ ചേർത്ത് അരച്ചു. അത് കഴിഞ്ഞ് പുളിശ്ശേരി കടുക് വറുത്തു. പുളിശ്ശേരിക്ക് അരച്ച് കലക്കി കടുക് വറുത്തു. അത് കഴിഞ്ഞിട്ട് വാഴയ്ക്ക തോരനാണ്, നാടൻ ഏത്തക്ക തോരനാണ്. അത് വെച്ചു. അത് വയ്ക്കാൻ വേണ്ടി അരിഞ്ഞ് കഴുകി വെച്ചു. അത് കഴിഞ്ഞ് മീൻ പൊരിക്കാനിട്ടു. എന്നിട്ട് ഏത്തക്ക തോരന് വേണ്ടി ഉഴുന്ന് പരിപ്പും കടുകും എല്ലാം ഇട്ട് കടുക് വറുത്തു. ഏത്തക്ക തട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം കൂട്ട് തട്ടി കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ്. ഇന്നലത്തെ ഇഞ്ചി നാരങ്ങ മാങ്ങ, ഇന്നത്തെ കിച്ചടി, തോരൻ, മീൻ കറി, മീൻ പൊരിച്ചത് അതെല്ലാം വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ചായയ്ക്ക് ഇന്ന് പപ്പടമാണ്. പണ്ടേ ഓണത്തിന് വൈകുന്നേരം ആകുമ്പോൾ ചായയും പപ്പടവും ഇതൊക്കെ കണ്ടു. എല്ലാവർക്കും താങ്ക് യു. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം.